പ്ലം കേക്കും വൈനും. നല്ല മുരുമുരാന്നുള്ള ബീഫ് കട്ട്ലറ്റ്, തേങ്ങാപ്പാലിലൊക്കെ വെന്ത് വന്ന മട്ടൺ സ്റ്റൂ, വാഴയില പൊള്ളിച്ച കപ്പയും പ്രോൺസ് റോസ്റ്റും, നല്ല കുടംപുളിയൊക്കെ ഇട്ടുണ്ടാക്കിയെടുത്ത നല്ല ഒന്നാന്തരം മീൻകറി, പിന്നീട് ഫിഷ് ഫ്രൈ, പ്രോൺസ് റോസ്റ്റ്, നല്ല കോട്ടയം സ്റ്റൈൽ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട ബീഫ് ഒലത്ത്, പിന്നീട് കുറച്ച് മധുരം. ഇങ്ങനത്തെ നാടൻ ഊണ് കാണണോ? ഇങ്ങോട്ട് പോരെ, നിറം കഫേയിലോട്ട്. പണ്ട് കാലങ്ങളിൽ ക്രിസ്ത്യൻ കല്യാണങ്ങൾക്ക് ആഹാരം വിളമ്പിയതിന് ഓരോ രീതിയുണ്ട്, ഓരോരോ സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. അതിനെപ്പറ്റിയാണ് ഈ വീഡിയോയിലൂടെ പോകുന്നത്. അത് നമുക്ക് വീട്ടിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണുന്നത്. ഹായ്, നിറം കഫേയിലേക്ക് സ്വാഗതം. 70s-ലും 80s-ലും ഒക്കെയുള്ള കാലഘട്ടങ്ങളിൽ കോട്ടയം പത്തനംതിട്ട സൈഡിൽ കല്യാണങ്ങൾക്ക് വിളമ്പിയിരുന്ന ഒരു സദ്യയുണ്ട്. ആ കാലഘട്ടം തൊട്ടേ 3 കോഴ്സ് ഡിന്നർ എന്നൊക്കെ വേണേ പറയാതില്ല കേട്ടോ. ആദ്യം കേക്കും വൈനും അതൊരു ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. കേക്ക് എന്ന് പറയുമ്പോൾ പ്ലം കേക്കാണ് എടുക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ 21 ദിവസം ഫെർമെൻറ്റ് ചെയ്തെടുത്തത് വൈൻ, ആൽക്കഹോൾ ഫ്രീ ആണ്. ഇതിപ്പം പിങ്ക് ഗ്രേപ്സ് ആണ് ഇട്ടേക്കുന്നത്, അതുകൊണ്ട് വൈൻ കിട്ടുമ്പോഴും ഒരു ലൈറ്റ് പിങ്കാണ് എനിക്ക് കിട്ടിയത്. ഇതിപ്പം നിറം കഫേയുടെ തന്നെ പ്ലം കേക്കാണ്. ഇതിൻ്റെ ശരിക്കും ഫ്രൂട്ട് സോക്കിങ് ഒരു പ്രത്യേക രീതിയിലൊക്കെ സോക്ക് ചെയ്തെടുത്തിട്ട് ഉണ്ടാക്കിയത്. അത് ഒരുപാട് വീഡിയോസ് പ്ലം കേക്കിൻ്റെ ചെയ്തിട്ടുള്ളത്. ആദ്യം ഒരു ഇല ഇട്ടിട്ട് ഞാൻ ഒരു പീസ് കേക്കും ഒരു ഗ്ലാസ് വൈനും വെച്ചു. അതാണ് ആദ്യം സെർവ് ചെയ്തത്. പിന്നീട് വിളമ്പുന്നത് കട്ട്ലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് കഴിച്ചിട്ടുള്ള കട്ട്ലറ്റിൻ്റെ രുചികളൊന്നും ഇപ്പം ഇല്ലയെന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അത് കാരണം എനിക്കറിയാൻ മേല. ഇപ്പം നമ്മൾ എപ്പം വേണേലും എന്ത് വേണേലും ബേക്കറിയിലോട്ട് പോയി മേടിക്കും. പക്ഷെ പണ്ട് കാലങ്ങളിൽ ഒന്നും നമ്മൾ വീട്ടിൽ ഉണ്ടാക്കണം, അല്ലെ ഇതുപോലെ കല്യാണങ്ങൾക്ക് പോകണം, അന്നേരം കട്ട്ലറ്റ് കാണുന്നുള്ളൂ. പക്ഷെ ആ കട്ട്ലറ്റ് അവരൊരു ഇച്ചിരി സവാള വയ്ക്കും. ആ സവാളയെ മുക്കി നമ്മളൊന്ന് കഴിക്കുമ്പോൾ ഉള്ളൊരു ഫീലുണ്ട്. എന്നാ ടേസ്റ്റ് അല്ലേ. ബീഫ് നല്ല കുരുമുളകും കുറച്ച് സ്പൈസസും ഒക്കെ ഇട്ടിട്ട് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കൊച്ചുള്ളിയാണ്, സവാള വേണേലും എടുക്കാം. അങ്ങനെ സ്പൈസസ് ഒക്കെ ഇട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന കട്ട്ലറ്റ് ശരിക്കും അധികം മസാലയൊന്നും ഇടത്തില്ല. നല്ല ക്രിസ്പി കട്ട്ലറ്റ് ഇവിടെ റെഡിയാണ്, പോരുന്നോ. പിന്നീട് അടുത്തത് വിളമ്പുന്നത് അപ്പവും സ്റ്റൂ അല്ല ബ്രെഡും സ്റ്റൂ. ഇവിടെ മട്ടൺ സ്റ്റൂ ആണ് എടുക്കുന്നത് ബ്രെഡിൻ്റെ കൂട്ടത്തിൽ. അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മട്ടൺ സ്റ്റൂ, മട്ടനും പൊട്ടറ്റോയും ഒക്കെ തേങ്ങാപ്പാലിൽ അങ്ങോട്ട് വെന്ത് വന്ന് കടുക് വറുത്തങ്ങോട്ട് ഇട്ടാൽ ആഹാ. കൂട്ടത്തിൽ വെള്ളയപ്പം എടുക്കാം, പാലപ്പം എടുക്കാം. ഞാനിവിടെ ബ്രെഡാണ് എടുത്തേക്കുന്നത്. മട്ടൺ സ്റ്റൂവും ബ്രെഡും. ആ മട്ടൻ്റെ അകത്തോട്ട് ആ ബ്രെഡ് അങ്ങോട്ട് സോക്ക് ചെയ്തിട്ട് കഴിക്കും. ആ ബ്രെഡ് എന്നാ രുചിയാണെന്നറിയോ. ഞാൻ എന്തിനാ വെറുതെ പറഞ്ഞത്, നിങ്ങൾക്കെല്ലാം അറിയാവുന്ന രുചി തന്നെയല്ലേ അത്. ബ്രെഡും സ്റ്റൂ. ബ്രെഡിലോട്ട് ആ സ്റ്റൂ അങ്ങോട്ട് ഒഴിക്കണം. ആ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച സ്റ്റൂവിന് തന്നെ രുചിയല്ലേ. ആ ബ്രെഡും സ്റ്റൂവും കൂടെ അങ്ങോട്ട് സോക്ക് ചെയ്ത് വന്നിട്ട് അതിൽ നിന്ന് അങ്ങോട്ട് എടുത്ത് കഴിച്ച് നോക്കുമ്പോൾ ഉള്ളൊരു ഫീല് അല്ലേ, ഒന്നും പറയില്ല. കട്ട്ലറ്റ് കൂടാതെ വേറെ സ്റ്റാർട്ടേഴ്സായിട്ട് എടുത്തേക്കുന്നത് പ്രോൺസ് ഫ്രൈ. നാടൻ രീതിയിൽ എടുത്തേക്കുന്നത് കടലമാവ്, അരിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കൊഞ്ച്, ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി അതിൻ്റെ അകത്തോട്ട് ഇഞ്ചി, പച്ചമുളക്,
ചുമന്നുള്ളി, കരിയാപ്പില ഇതെല്ലാം കൂടെ ചോപ്പ് ചെയ്തത് ഇട്ടു. കുറച്ച് വറ്റൽമുളക് ക്രഷ് ചെയ്തതും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും ഒന്ന് വെള്ളവും കൂടെ തളിച്ച് നമുക്കിത് കുഴച്ചെടുത്ത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. സാധാരണ ഇത് സദ്യക്കൊന്നും വിളമ്പുന്നതല്ല, എന്നാലും പൊടി മത്തി കിട്ടി അത് വറുത്തു. പിന്നെ കറുത്ത ആവോലി നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുത്തു. പിന്നീട് എടുത്തത് നല്ല കുടംപുളിയൊക്കെ ഇട്ടുണ്ടാക്കിയെടുത്ത മീൻകറിയാണ് കേട്ടോ. ആ മീൻകറി ഇത് കൽച്ചട്ടിയിലാണ് വയ്ക്കുന്നത് കേട്ടോ. നിറം കഫയുടെ ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ഈ മീൻകറിയാണ് കേട്ടോ. അത് മമ്മിയാണ് അന്ന് എനിക്ക് ചെയ്തു തന്നത്. ശരിക്കും ഇന്നത്തെ ദിവസം ഭയങ്കര തിരക്കുള്ളതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്നുള്ളി, ഈ കരിയാപ്പില ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. കരിയാപ്പിലെല്ലാം കഴുകി വെച്ചു. പിന്നീട് മീനും എല്ലാം കഴുകി വെച്ചു. ഇത് 2 കറികൾക്കുള്ളതാണ്. പിന്നെ ആവശ്യത്തിനുള്ള മീൻകറിക്കുള്ള മുളക് പൊടി ആദ്യം ഞാൻ ഒരു പാത്രത്തിലോട്ടിടും. എന്നിട്ട് അതൊന്ന് ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ച് നനച്ച് വയ്ക്കും. നമ്മൾ എപ്പോഴും ഇങ്ങനെ നനച്ചിട്ട് എണ്ണയ്ക്കകത്തോട്ടിട്ട് വഴറ്റാവൂന്ന് പറയാറുണ്ട് കേട്ടോ. പിന്നീട് ചട്ടിയൊക്കെ ഒന്ന് ഒരുക്കി വെച്ചു. ഒരു ചട്ടി എടുത്ത് നമ്മൾ കഴുകിയെല്ലാം ക്ലീനാക്കി വെച്ചതിൻ്റെ അകത്തോട്ട് അടിയിലൊരു ഇച്ചിരി വെളിച്ചെണ്ണ തൂവി കരിയാപ്പില ഇടാം കേട്ടോ. അങ്ങനെ ഒന്ന് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കല്യാണ വേവിക്കുന്ന പോലെ വേവിച്ച് കഴിഞ്ഞാൽ മീനിന് കുറച്ച് രുചി വരും. ശരിക്കും നമ്മൾ എന്ത് ഫംഗ്ഷൻ എടുക്കുന്നോ അതിൻ്റെ തലേന്ന് മീൻകറി ഉണ്ടാക്കി വെക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന പ്രോസസ്സാണ്. ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. നല്ലപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എടുക്കണം. ആദ്യം വെളിച്ചെണ്ണ എടുത്ത് കടുക്, ഉലുവ, ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി വഴറ്റി ആവശ്യത്തിനുള്ള മുളക് പൊടി, പുളി, ഉപ്പ് ഇതെല്ലാം സോട്ട് ചെയ്ത് ചട്ടിയിലോട്ട് ഞാൻ ഒഴിക്കും. എന്നിട്ടാണ് മീനിട്ട് ഇളക്കി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. ഇനി ഇച്ചിരി തേങ്ങ അരച്ച മീൻകറിയാണ് ഉണ്ടാക്കുന്നത്. ഇച്ചിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്ന് വെള്ളത്തിൽ കലക്കി എന്നിട്ട് വെളിച്ചെണ്ണയിലോട്ടിട്ട് വഴറ്റി. ഈ മീൻകറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും ഇടുന്നില്ല കേട്ടോ. എന്നിട്ട് പുളിവെള്ളം ഇട്ടു. ഉപ്പും മീനും കൂടെ ഇട്ടിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ട് അത് വേവിക്കുക. ഞാൻ പറഞ്ഞല്ലോ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും ഇല്ലാത്ത ഒരു മീൻകറിയാണ് കേട്ടോ ഇത്. നല്ലപോലെ തിള വന്നു കഴിയുമ്പോഴത്തേക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കും. വേവിച്ച് മാക്സിമം അതിനകത്ത് വെള്ളം ഒരു ഇച്ചിരി വറ്റുന്ന സമയത്ത് തേങ്ങ അരച്ചിട്ട് ചേർക്കുന്ന വീഡിയോ ഇത് ഇല്ല ഒന്നുമില്ല. തേങ്ങ അരയ്ക്കുക, അത് അങ്ങ് ഇടുക. എന്നിട്ട് ഒരു തക്കാളി ഇതുപോലെ 4ആയിട്ട് കീറിയിട്ട് കടുക് വറുത്തെടുത്തു. അങ്ങനെ കോട്ടൺ സ്റ്റൈൽ മീൻ കറിയായി, തേങ്ങ അരച്ച് കറിയായി. ഇനി കുറച്ച് കപ്പയില്ല അതെങ്ങനെ, അപ്പം ഞാൻ കുറച്ച് കപ്പ ഒന്ന് ഉണ്ടാക്കുവാണേ. ശരിക്കും നല്ല കപ്പയൊക്കെ ഉണ്ട് കൂട്ടി കഴിക്കുമ്പോൾ ശരിക്കും ഒരു സന്തോഷമല്ലേ. കല്യാണ സദ്യക്ക് കപ്പ വരാറില്ല കേട്ടോ. ഞാൻ ഒരുപാട് പണിയുള്ളപ്പോൾ ചെയ്തൊരു ഷോർട്ട് കട്ടാണ് കേട്ടോ. തേങ്ങ തിരുമാനുള്ള മടിയുള്ളപ്പോൾ ഇതുപോലെ വലുതായിട്ട് പൊളി എന്നിട്ട് ചോപ്പറിൻ്റെ അകത്തോട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കും. ഇപ്പോൾ എല്ലാം കാന്താരിയൊക്കെ ഇട്ട് ചതച്ച് എടുത്തിട്ടുണ്ട്. കപ്പ ഇനി സെറ്റ് ചെയ്യാം. പണ്ട് കാലങ്ങളിൽ നമ്മൾ കപ്പ ഉടച്ചുകൊണ്ടിരുന്നത് ഇതുപോലൊരു മത്ത് വെച്ചിട്ടാണ് കേട്ടോ. കപ്പ അവിടെ ഇരുന്ന് സെറ്റാവട്ടെ, നമുക്ക് അപ്പം ബീഫിലോട്ട് പോവാമേ. ബീഫ് ഉണ്ടാക്കുന്ന ഞാൻ വീഡിയോ കാണിക്കുന്നില്ല. തേങ്ങക്കൊത്തൊക്കെ ഇട്ട് നോർമലായിട്ട് ഉണ്ടാക്കുന്ന പോലെ തന്നെ എടുത്തു. ബീഫ് വളർത്ത് റെഡിയായി എന്നൊക്കെ തോന്നും, പക്ഷെ അടുപ്പിൽ നിന്ന് മാറ്റില്ല. ഇനിയും 1 മണിക്കൂർ ചെറിയ തീയിൽ വഴറ്റി എടുക്കണം. അതിൻ്റെ കൂട്ടത്തിൽ കപ്പ തേങ്ങ ഒതുക്കിയതും കരിയാപ്പിലയൊക്കെ ഇട്ട് ഉടച്ചങ്ങോട്ട് എടുത്ത് അതിൻ്റെ മുകളിൽ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഒന്ന് അടച്ചു വയ്ക്കണം. ആഹാ, ബീഫും കപ്പയും റെഡി. ബീഫ് റോസ്റ്റ് ഇവിടെ സെറ്റായിട്ടാണ്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഞാൻ വാഴയിലയിലൊക്കെ വിളമ്പി ടേബിളിലോട്ട് വയ്ക്കുവാണേ. പിന്നീട് ഒരു തൊട്ടുകൂട്ടാനെടുത്ത് പൈനാപ്പിളും ഏത്തക്കയും മുന്തിരിങ്ങയൊക്കെ ഇട്ട് ഉണ്ടാക്കിയെടുത്ത് ഒരു തൊട്ടുകൂട്ടാൻ. അത് സദ്യയാണേലും ഇറച്ചി മീനിൻ്റെ ഫീസ്റ്റ് ആണേലും എല്ലാത്തിനും നല്ലത് തന്നെയാണ്. കൂട്ടത്തിൽ ക്യാരറ്റ് തോരനും. ഒരു 75% ഞാൻ ആ പഴയ രീതിയിൽ തന്നെ പലതും ഫോളോ ചെയ്തു. ഒരു 25% കുറച്ച് ഫ്യൂഷൻ റെസിപ്പീസ് കയറിയിട്ടുണ്ട് കേട്ടോ. കൊഞ്ച് വാഴയിലയിൽ പൊള്ളിച്ചെടുത്തത്, കപ്പ വേറൊരു ഫോമിലാണ് വെച്ചേക്കുന്നത്. ഇവിടെ ഞാൻ
കൊഞ്ചെടുത്ത് വെച്ചിട്ടുണ്ട്. കൊഞ്ചിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ തലയും വാലും കളഞ്ഞിട്ടില്ല, ഷെല്ലും കളഞ്ഞിട്ടില്ല. അതിൻ്റെ വെയിൻ എടുത്ത് ബ്ലാക്ക് വെയിൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അതിന് വേണ്ടുന്ന മസാല മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, കായപ്പൊടി, ഉപ്പ്, പിന്നെ ഒരു 1.5 കപ്പ് ചുമന്നുള്ളി, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ഈ കുറച്ച് മുഴുവൻ കുരുമുളകും കൂടി ഇടുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഞാനൊന്ന് ചതച്ചെടുക്കത്തുള്ളൂ, അരച്ചെടുക്കല്ല, ചതച്ചെടുക്കും. അത് ഞാൻ ആ മുളക് പൊടിയുടെ മിക്സിൻ്റെ അകത്തോട്ടിട്ടിട്ട് ഇളക്കുവാണ്. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നീട് സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന പുളിയും അതിൻ്റെ വെള്ളം കൂടെ അതിനകത്തോട്ട് ഒഴിക്കുക കേട്ടോ. ഉപ്പും കൂടി ഇട്ടിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് ഞെരടി അങ്ങോട്ട് പിടിപ്പിച്ച് കൊടുക്കണം. പിന്നീട് ക്ലീനാക്കി വെച്ചേക്കുന്ന പ്രോൺസും കൂടെ അതിലോട്ട് ഇടുക കേട്ടോ. അതെല്ലാം കൂടെ ഇളക്കി മിക്സ് ചെയ്ത് ഒരു കുറച്ച് നേരം ഒന്ന് പുറത്ത് വയ്ക്കുക. പിന്നീട് ചെയ്യുന്നത് ഒരു പാത്രത്തിൻ്റെ അകത്തോട്ട് എടുത്ത് കേട്ടോ. ഇത് ഡബിൾ ബോയിൽ ചെയ്യുക. ഇത് അടച്ച് വെച്ചിട്ട് ഒരു കുറച്ച് നേരം നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുക. സ്റ്റീം ചെയ്യുമ്പോൾ ആ പ്രോൺസിൻ്റെ അകത്തുനിന്ന് കുറച്ച് വെള്ളം ആ പാത്രത്തിലോട്ട് തന്നെയാണ് വീഴുന്നത്. ആ വെള്ളം കളയുകയൊന്നും ചെയ്യില്ല, നമുക്കത് പിന്നീട് വേണേ. നമ്മൾ വേറെ വെള്ളം ഒന്നും ഒഴിക്കത്തില്ല. കണ്ടോ, അത് പാത്രം ചരിച്ച് നോക്കുമ്പോൾ അതിനകത്തോട്ട് കുറച്ച് വെള്ളം വന്നിട്ടുണ്ട്. ശരിക്കും ആ പുളിയും എല്ലാം കൂടെ മിക്സായി വന്നിട്ടുണ്ട്. പിന്നെ വേറൊരു പാത്രത്തിൽ കുറച്ച് എണ്ണയിട്ട് കുരുമുളക് മുഴുവനായിട്ട് കരിയാപ്പിലിട്ട് പിന്നെ സ്റ്റീം ചെയ്ത് വെച്ചിരുന്ന പ്രോൺസിനെ അതിനകത്തോട്ട് ഇട്ട് ഇളക്കി. ഈ വെള്ളം അതിൻ്റെ അകത്തുനിന്ന് തന്നെ ഇറങ്ങി വന്നതാകട്ടെ. ഇതിനി വറ്റി റോസ്റ്റ് ആവട്ടെ. കുറച്ച് ഗ്രേവി വേണമെങ്കിൽ ഈ പരുവത്തിൽ നിർത്താമേ. പ്രോൺസ് റോസ്റ്റ് ഇവിടെ റെഡി. ഇത് ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാം. പക്ഷേ ഞാനത് വാഴയില വെച്ച് ഒന്നുകൂടി പൊള്ളിക്കാൻ പോകാം. അതിന് വേണ്ടി ഒരു വാഴയില ചുറ്റും മറിച്ചും വെച്ച് ഇങ്ങനെ ഒന്ന് ചൂടാക്കിയെടുത്ത് കേട്ടോ. ഈ അടുപ്പിലൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാമല്ല, ഞാനങ്ങനെ ചെയ്യുക കേട്ടോ. അങ്ങനെ അതൊന്ന് വാടിയ വാഴയില ഒരു പാത്രത്തിലോട്ട് വെച്ച് ഒന്ന് കുഴിച്ചിട്ട് ഇങ്ങനെ വയ്ക്കുക. അത് നമുക്ക് കിഴി കെട്ടണ്ടേ, അങ്ങനെ വയ്ക്കുക. എന്നിട്ട് കുറച്ച് തേങ്ങാപ്പാലാണ് ഒഴിച്ചത്. എന്നിട്ട് പ്രോൺസ് റോസ്റ്റ് എടുത്ത് ആ മുഴുവൻ കുരുമുളകൊക്കെ ഇങ്ങനെ ഇടണം കേട്ടോ. അതെൻ്റെ രസം, പുളിയൊക്കെ വന്നിട്ട് നല്ല ടേസ്റ്റായിട്ട്. പിന്നെ കുറച്ചുകൂടെ തേങ്ങാപ്പാൽ ഒഴിച്ച് പിന്നെയും കുറച്ച് പ്രോൺസ് കൂടെയൊക്കെ വെച്ച് കുറച്ച് കരിയാപ്പലയും മുകളിൽ ഒരു ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെയൊക്കെ തൂകി നമ്മളൊന്ന് കെട്ടി കേട്ടോ. ഇനി നമുക്ക് തവയിലോട്ട് വെച്ച് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. ആ തവയിൽ ഒരു ഇച്ചിരി എണ്ണയൊന്ന് തടവിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഈ പ്രോൺസിൻ്റെ കിഴി ഞാൻ അതിലോട്ട് വയ്ക്കുക. അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനായിട്ട് കപ്പ ഇതുപോലെ വാഴയിലയിൽ ഇച്ചിരി വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്യും. അത് ഞാൻ ആ തവയിലോട്ട് വെച്ച് ഒന്ന് ഗ്രില്ല് ചെയ്തെടുത്ത് കേട്ടോ. ഒരു ചേഞ്ച്, ഒരു വെറൈറ്റി, അത്രയൊക്കെ ഉള്ളൂ. പ്രോൺസ് റോസ്റ്റിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി വേണമെങ്കിൽ നിറങ്ങഫല ആദ്യം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, 3ാമത്തെ വീഡിയോ ആയിട്ട്. അങ്ങനെ തവയെ വെച്ച് പൊള്ളിച്ച കപ്പയും കൊഞ്ച് റോസ്റ്റും റെഡി കേട്ടോ. ഇതൊക്കെ നമ്മൾ പുറത്തൊക്കെ മേടിക്കാൻ പോയി കഴിഞ്ഞാൽ എന്ത് കാശ കൊടുക്കും, നമുക്ക് വീട്ടിൽ ഇതൊക്കെ ഈസിയായിട്ട് ചെയ്യാം കേട്ടോ. ഇതിനിയും വിളമ്പാമേ. അങ്ങനെ കേക്കും വൈനും കഴിഞ്ഞു, കട്ട്ലറ്റ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് വാഴയിലയിൽ ഫിഷ് വന്നു, പ്രോൺസ് വന്നു, കപ്പ വന്നു, ബ്രെഡും സ്റ്റൂവും അതിന് മുന്നേ വന്നിരുന്നു. പിന്നെ ബീഫ് വന്നു, തേങ്ങ അരച്ച മീൻകറി വന്നു. അങ്ങനെ ഓരോന്ന് വന്നു. കുടമ്പുളിയിട്ട മീൻകറി, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് കപ്പയ്ക്ക് ഏതാ ഇഷ്ടം? കപ്പയും കുടമ്പുളിയിട്ട മീൻകറിയാണോ, തേങ്ങ അരച്ച മീൻകറിയാണോ, അതോ കൊഞ്ചാണോ, അല്ലെങ്കിൽ ബീഫാണോ? ചിലർക്ക് ബീഫാണ് ഇഷ്ടം. എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്യാമേ. അങ്ങനെ ഇഷ്ടമുള്ളതൊക്കെ കൂട്ടി നമുക്ക് സദ്യ കഴിച്ചു തുടങ്ങാം കേട്ടോ. ബ്രെഡും സ്റ്റൂ ഒക്കെ കഴിഞ്ഞിട്ട് സദ്യക്ക് സാധാരണ വിളമ്പുന്നത് ചോറും പരിപ്പും നെയ്യും പപ്പടവും, അല്ലെങ്കിൽ എരിശ്ശേരി. ശരിക്കും പറഞ്ഞാൽ ഞാൻ പരിപ്പൊന്നും എടുത്തിട്ടില്ല കേട്ടോ. മോര് കാച്ചിയതും പച്ചമോരും തൈരും വെച്ചിട്ടുണ്ട്. 3 വെറൈറ്റി അച്ചാർ വെച്ചിട്ടുണ്ട്. കൊഞ്ചുണ്ട്, മീനുണ്ട്, കടുമാങ്ങയുണ്ട്. ഡെസേർട്ടായിട്ട് വന്നുകൊണ്ടിരുന്ന തൈരും പഴവും പഞ്ചസാര, അല്ലെ പഴവും പാനി. കോട്ടയം സൈഡിലാണ് തൈരും പഴവും പാനിയും ഉപയോഗിക്കുന്നത്. ഞാനധികം കഴിച്ചിട്ടില്ല. ഇപ്പം ഞാൻ കുറച്ച് ചോറിട്ട് അതിൻ്റെ അകത്തോട്ട്
നല്ല കട്ട തൈര് കുറച്ചൊഴിച്ച് മധുരത്തിന് കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് പഴവും വെച്ച് ഒരു ഞെരടി കഴിക്കണം. അതങ്ങോട്ട് കാണാൻ അത്ര ഇഷ്ടമുള്ള കാര്യമല്ല, പക്ഷെ ചിലർക്ക് രുചി ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ. എൻ്റെ ഓർമ്മയിൽ പണ്ട് കാലത്ത് ഞായറാഴ്ചകളിൽ ഉച്ചയ്ക്ക് നമ്മൾ മിക്കവാറും കഴിച്ചുകൊണ്ടിരുന്ന ഒരു മധുരമാണ് ചോറിന് ശേഷം തൈരും പഴവും പഞ്ചസാരയും. ശരിക്കും പറഞ്ഞ ഒരു രസത്തിന് ചെയ്ത ഒരു വീഡിയോ ആണ്. ഇത്രയും ഉണ്ടാക്കി വരണമെന്നൊന്നും ചിന്തിച്ചൊന്നുമില്ല. പലത് കൂട്ടി ഇങ്ങനെ വന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കുറച്ച് അപ്പവും സ്റ്റൂവും വെച്ചു, അങ്ങനെ വന്ന് വെച്ചപ്പോൾ ഒരു രസം, അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് വീഡിയോ ചെയ്തു. അപ്പം എനിക്ക് തോന്നി അതൊരു വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ചിന്തിക്കുന്നു. നന്ദി, നമസ്കാരം.